നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറകൾ കൈമാറി വരുന്ന ചില ബന്ധങ്ങളുണ്ട്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള, അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ചില പവിത്രമായ കൂട്ടുകെട്ടുകൾ. അതിൽ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് പ്രേമികൾ നെഞ്ചിലേറ്റിയ രണ്ടു പേരുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ കൂൾ MS ധോണിയും മലയാളികളുടെ സ്വന്തം സുൽത്താൻ സഞ്ജു വിശ്വനാഥ് സാംസണും. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും അണിയറയിൽ താങ്ങായി നിന്നിട്ടുള്ളത് ധോണിയുടെ ചില വാക്കുകളായിരുന്നെന്ന് ആരാധകർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര കായിക ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന, ആരാധകരുടെ കണ്ണു നിറയ്ക്കുന്ന ഒരു വലിയ രഹസ്യം പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ. അതെ, CSK എന്ന വമ്പൻ സാമ്രാജ്യത്തിലേക്ക് ചേക്കേറിയതിനു ശേഷം തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് മാനസികമായി തകർന്നു നിന്ന ആ കറുത്ത നാളുകളിൽ ധോണി തന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞ ആ മാന്ത്രിക വാക്കുകൾ സഞ്ജു തന്നെ ഇപ്പോൾ മൈക്കിന് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലോകകപ്പ് ഫൈനലിൽ വരെ റൺസ് അടിച്ചുകൂട്ടി രാജ്യത്തിന്റെ ഹീറോയായി മാറിയ തനിക്ക് ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ എന്തുകൊണ്ടാണ് തിളങ്ങാൻ സാധിക്കാത്തതെന്ന് സ്വയം ചിന്തിച്ച് സങ്കടപ്പെട്ടിരുന്ന സഞ്ജുവിനോട് മഹിബായ് പറഞ്ഞ ആ ഒരൊറ്റ ഡയലോഗ് സഞ്ജുവിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. കളിയിലേക്ക് പോകുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു സംശയവും ഉണ്ടാകരുത്. നിന്റെ തനത് ശൈലിയിൽ നീ കളിക്കുക, റിസൾട്ട് തനിയെ വരും എന്ന് തുടങ്ങി ധോണി നൽകിയ ആ വലിയ ഉപദേശവും അതിനുശേഷം സഞ്ജു നേടിയെടുത്ത ആ അമാനുഷിക സെഞ്ചുറിയുടെയും കഥകൾ കേട്ടാൽ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണു നിറയും. സഞ്ജുവിനെ തളരാതെ കാത്ത ധോണിയുടെ ആ വലിയ മനസ്സിന്റെയും സോഷ്യൽ മീഡിയയെ വിറപ്പിക്കുന്ന ഈ പുതിയ വെളിപ്പെടുത്തലിന്റെയും പൂർണ്ണമായ വിവരങ്ങളിലേക്ക് സ്പോർട്സ് പിച്ചിന്റെ ഒരു കിടിലൻ മാസ് ഹൃദയസ്പർശിയായ വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് സഞ്ജു സാംസൺ എന്ന വലിയ മാച്ച് വിന്നറുടെ കരിയറിലെ ആ കടുത്ത സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളിലേക്ക് വരാം. ക്രിക്കറ്റിൽ എത്ര വലിയ ഫോമിൽ നിൽക്കുന്ന കളിക്കാരനായാലും ഒരു പുതിയ ടീമിലേക്ക് മാറുമ്പോൾ അവിടെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സഞ്ജു CSKയിലേക്ക് എത്തിയപ്പോഴും ആരാധകർക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല തുടക്കത്തിൽ സംഭവിച്ചത്. ചെന്നൈയിൽ ചേർന്നതിനു ശേഷം കളിച്ച ആദ്യ 3 മത്സരങ്ങളിലും സഞ്ജുവിന് റൺസ് കണ്ടെത്താൻ സാധിക്കാതെ പൂർണ്ണമായി പരാജയപ്പെടേണ്ടി വന്നു. അതിലും വലിയ സങ്കടം എന്തെന്നാൽ സഞ്ജു പരാജയപ്പെട്ട ആ 3 മത്സരങ്ങളിലും ടീം കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഒരു ടീമിന്റെ പ്രധാന താരം തുടർച്ചയായി പരാജയപ്പെടുകയും ടീം തോൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സഞ്ജു തന്നെ ഇത് തുറന്നു പറയുന്നുണ്ട്. ലോകകപ്പ് ഫൈനലിൽ വരെ റൺസ് നേടിയ ഞാൻ ഇവിടെ ചെന്നൈയിലെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് എന്ന് ഞാൻ തന്നെ റൂമിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോഴും സ്വന്തം കളിയിൽ സംശയം തോന്നിപ്പോയ, സ്വയം ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ച സഞ്ജുവിന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത പ്രഷർ നിറഞ്ഞ നാളുകളായിരുന്നു അത്. സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ആ വലിയ തണൽമരം ക്യാപ്റ്റൻ കൂൾ MS ധോണി തന്റെ രക്ഷകനായി അങ്ങോട്ട് കടന്നു വരുന്നത്. ആ തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷം മഹിബായ് പതുക്കെ സഞ്ജുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു. എല്ലാവരും സഞ്ജുവിന്റെ ഫോമില്ലായ്മയെയും ബാറ്റിംഗ് ശൈലിയെയും വിമർശിച്ചപ്പോൾ ധോണി സഞ്ജുവിനെ നോക്കി ചോദിച്ച ആ ആദ്യ ചോദ്യം വളരെ ലളിതമായിരുന്നു. നിനക്കെല്ലാം സുഖമാണോ? ഒരു വലിയ താരം കടുത്ത സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് സാങ്കേതികമായ ഉപദേശങ്ങളല്ല, മറിച്ച് മാനസികമായ ഒരു പിന്തുണയാണെന്ന് ധോണിയേക്കാൾ നന്നായി ആർക്കാണ് അറിയാവുന്നത്. ധോണിയുടെ ചോദ്യം കേട്ട സഞ്ജു മറുപടി നൽകി, അതെ ഭയ്യ, എനിക്ക് സുഖമാണ്. പക്ഷെ തന്റെ ഉള്ളിലെ സങ്കടങ്ങളും പരാജയഭീതിയും ഒരു പക്ഷേ എന്ന വാക്കിൽ ഒതുക്കി സഞ്ജു പറഞ്ഞു തീർക്കുന്നതിനു മുൻപ് തന്നെ ധോണി സഞ്ജുവിന്റെ വായടപ്പിച്ചു. ധോണി പറഞ്ഞു, ആ പക്ഷേ ഉണ്ടല്ലോ, കളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു സംശയം നിന്റെ മനസ്സിൽ ഒട്ടും ഉണ്ടാകരുത്. നീ നിന്റെ തനത് ശൈലിയിൽ തന്നെ കളിക്കുക, റിസൾട്ട് തനിയെ വരും. നീ ഒരിക്കലും സ്വയം ഒതുങ്ങിക്കൂടരുത്. ധോണിയുടെ ആ വാക്കുകൾ ഒരു സാധാരണ ഉപദേശമായിരുന്നില്ല. സഞ്ജുവിന്റെ ഉള്ളിലെ സിംഹത്തെ വീണ്ടും ഉണർത്താനുള്ള ഒരു മാന്ത്രിക മന്ത്രമായിരുന്നു അത്. ധോണി നൽകിയ ആ ഒരൊറ്റ വലിയ ഉപദേശം സഞ്ജുവിന്റെ മനസ്സിലെ എല്ലാ കാർമേഘങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് തുടച്ചു നീക്കി. തനിക്കൊപ്പം നിൽക്കാൻ, തന്റെ കഴിവുകളെ വിശ്വസിക്കാൻ MS ധോണിയെ പോലൊരു ഇതിഹാസം കൂടെയുണ്ടെന്ന തിരിച്ചറിവ് സഞ്ജുവിന് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു. അതിനുശേഷമുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത് പഴയ പേടിയുള്ള സഞ്ജുവിനെയല്ല, മറിച്ച് മഹിബായ് പറഞ്ഞതുപോലെ
തന്റെ തനത് ആക്രമണ ശൈലിയിലേക്ക് തിരിച്ചെത്തിയ ഒരു അഗ്രസീവ് സഞ്ജുവിനെയായിരുന്നു. പിച്ചിന്റെ നാലുപാടുകളിലേക്കും സിക്സറുകളും ഫോറുകളും പായിച്ച് സഞ്ജു ചെന്നൈയുടെ മണ്ണിൽ ഒരു അത്യുഗ്രൻ സെഞ്ചുറി അടിച്ചുകൂട്ടി. സഞ്ജുവിന്റെ ആ സെഞ്ചുറി മികവിൽ ചെന്നൈ ആ മത്സരത്തിൽ വമ്പൻ വിജയവും സ്വന്തമാക്കി. തുടർച്ചയായ തോൽവികളിൽ നിന്നും ടീമിനെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കാൻ സഞ്ജുവിന്റെ ആ ഒരു ഇന്നിംഗ്സിന് സാധിച്ചു. അതിനുശേഷം ടീം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ടൂർണമെന്റിൽ നടത്തിയത്. അവസാന മത്സരം വരെ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച് പ്ലേ ഓഫ് റേസിൽ തുടരാൻ ചെന്നൈക്ക് സാധിച്ചതിന് പിന്നിലെ പ്രധാന ചാലകശക്തി ധോണിയുടെ ആ വാക്കുകളും സഞ്ജുവിന്റെ ആ വലിയ തിരിച്ചുവരവുമായിരുന്നു എന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സഞ്ജു സാംസൺ ഈ ഒരു ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ ധോണി സഞ്ജു ആരാധകർ വലിയ രീതിയിലുള്ള വിജയാഘോഷത്തിലാണ്. ധോണി എന്ന ലീഡറുടെ മഹത്വം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവമെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു. കളി തോൽക്കുമ്പോൾ കളിക്കാരെ തള്ളിപ്പറയുന്ന ഇന്നത്തെ കാലത്ത് പരാജയപ്പെട്ടു നിൽക്കുന്ന തന്റെ അനിയനെ ചേർത്തുപിടിച്ച് ആത്മവിശ്വാസം നൽകാൻ ധോണിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഒരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയാണ്: ഇതാണ് MS ധോണി എന്ന നായകൻ. സഞ്ജുവിനെ പോലൊരു വലിയ പ്രതിഭയെ തളരാൻ അനുവദിക്കാതെ അയാളുടെ മനസ്സിലെ സംശയങ്ങൾ മാറ്റി സിംഹമാക്കി മാറ്റിയ മഹീബായ്ക്ക് ബിഗ് സല്യൂട്ട്. മറ്റൊരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയാണ്: സഞ്ജുവിന് കരിയറിൽ പലരിൽ നിന്നും അവഗണനകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ ധോണി എന്നും സഞ്ജുവിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വാക്കുകളാണ് സഞ്ജുവിന് ആ സെഞ്ചുറി നേടിക്കൊടുത്തത്. ഇതാണ് യഥാർത്ഥ ക്രിക്കറ്റ് ബന്ധം എന്നിങ്ങനെ വികാര നിർഭരമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, 3 തുടർച്ചയായ തോൽവികൾക്ക് ശേഷം സഞ്ജുവിനെ ചേർത്ത് പിടിച്ച് കരിയർ മാറ്റിമറിച്ച MS ധോണിയുടെ ഈ വലിയ മനസ്സിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ധോണിയുടെ ആ ഉപദേശമാണോ സഞ്ജുവിനെ ആ വമ്പൻ സെഞ്ചുറി നേടാൻ സഹായിച്ചത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ സഞ്ജുവിൽ നിന്നും ഇതുപോലെയുള്ള എത്ര സെഞ്ചുറികൾ നമ്മൾ കാണും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും CSK സഞ്ജു ഫാൻസിലേക്കും ഷെയർ ചെയ്ത് ഈ മാസ് സ്റ്റോറി എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ ഇൻസൈഡ് വിശകലനങ്ങളും സഞ്ജുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.